അങ്ങനെ പടയണീൻ്റെ ബാക്കി വിശേഷമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമുക്ക് കുറേ ആൾക്കാരെ പരിചയപ്പെടാനുണ്ട്. ഇന്ന് സോളിയപ്പ ഉണ്ടായിരുന്നു, ശ്രീകലാമ്മ, അമ്പിളിച്ചിറ്റ, സോണിച്ചിറ്റ, ദീപാമ്മ, അനുചേച്ചി, കുട്ടി, രേവതി, ചിന്നു, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. ഇവരൊക്കെ നമ്മളെ നെയ്ബേഴ്സാണ്. അപ്പോൾ എല്ലാവരും കൂടിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ പടയണി കാണാൻ വേണ്ടിയിട്ട്. ഇത് അമ്മേൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള സിബാൻഡിയാണ്. സിബാൻഡിൻ്റെ മക്കളാണ് ഇതൊക്കെ. അതിനുശേഷം ഞങ്ങളൊരു മിന്നായം പോലെ അച്ഛനെയും പ്രതീകിനെയും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഫുൾ ബിസി ആയിരുന്നു. ജസ്റ്റ് ഒന്ന് ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ മലബാർ ഏരിയയിൽ കാണാത്തൊരു പരിപാടിയാണിത്. ഗരുഡൻ തൂക്കം എന്ന് പറയും. അതായത് നമ്മൾ പൈസ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊക്ക് വെച്ചിട്ട് അത് പൈസ എടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അതിനുശേഷം കുറേ പ്ലോട്ടുകൾ ഉണ്ടായിരുന്നു. ഞാൻ ഈ 3 വർഷത്തിനിടയിൽ ആറാട്ടും പടയണി ഇതുവരെ കണ്ടിട്ടില്ല കല്യാണത്തിന് ശേഷം. അപ്പം എപ്പോഴും ആഗ്രഹിച്ചിരുന്നതായിരുന്നു ഞങ്ങളിത് കാണാൻ വേണ്ടിയിട്ട്. പ്രതീക് ഏകദേശം ഒരു 10 വർഷമൊക്കെ ആയിട്ടുണ്ടാവും പടയണിയും ആറാട്ടമൊക്കെ കൂടിയിട്ട്. അപ്പം എൻ്റെതും ഫസ്റ്റ് ടൈമാണ്. പ്രതീകിൻ്റെ 10 വർഷത്തിന് ശേഷം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്ലോട്ടുകളൊക്കെ വന്നതിന് ശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുൾ തുള്ളലായിരുന്നു. നമ്മളുടെ ആ ഒരു ഏരിയയിലുള്ള എല്ലാവരും തുള്ളിയിട്ടുണ്ട്.